ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായാൽ അന്ന് മുതൽ സ്വപ്നം നിങ്ങളെ നിയന്ത്രിക്കില്ല. നിങ്ങളാവും സ്വപ്നത്തെ നിയന്ത്രിക്കുന്നത്. ഇതൊരു കഥയല്ല, ഇതൊരു യഥാർത്ഥ മനുഷ്യാനുഭവമാണ്. വെൽക്കം ടു അവർ ചാനൽ മിസ്റ്റീരിയസ് വേൾഡ്. സ്വപ്നം നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത ദൃശ്യങ്ങളുടെ ഒരു ലോകം. ശാസ്ത്രം ഇന്നുവരെ വ്യക്തമായി കണ്ടെത്തിയിട്ടില്ല സ്വപ്നം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, മനുഷ്യർ മാത്രമല്ല, പല വാം ബ്ലഡഡ് ജീവികളും സ്വപ്നം കാണുന്നു. നിങ്ങൾ ഒരു പൂച്ചയോ നായയോ ഉറങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയുടെ കണ്ണുകൾ ചലിക്കുന്നത്. അതെ, അവയും സ്വപ്നം കാണുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. സ്വപ്നങ്ങൾ കൂടുതലായി ഉണ്ടാവുന്നത് ഉറക്കത്തിന്റെ രണ്ടാം പാതിയിലാണ്. ഇതിനെ പറയുന്നത് റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ ശരീരം പ്രായോഗികമായി പാരലൈസ്ഡ് ആയിരിക്കും. പക്ഷേ തലച്ചോർ ഉണർന്നിരിക്കുന്ന പോലെ പ്രവർത്തിക്കും. കണ്ണിന്റെ ഉള്ളിലെ കൃഷ്ണമണി വേഗത്തിൽ ചലിക്കും. ഇതാണ് സ്വപ്നങ്ങളുടെ പ്രധാന സ്റ്റേജ്. എന്നാൽ ഒരു വലിയ ചോദ്യമുണ്ട്: എന്തിനാണ് നമുക്ക് സ്വപ്നം വേണ്ടത്? പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ അന്നത്തെ അനുഭവങ്ങളിൽ നിന്നോ നമ്മൾ കേട്ട കഥകളിൽ നിന്നോ അല്ലെങ്കിൽ ഇമാജിനേഷനിൽ നിന്നോ ആവാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ബീച്ചിൽ പോയി വരികയാണെങ്കിൽ ആ അനുഭവങ്ങൾ സ്വപ്നങ്ങളായി മാറാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളും സ്വപ്നത്തിൽ കാണാം. ഇതാണ് സ്വപ്നത്തിന്റെ യഥാർത്ഥ മിസ്റ്ററി. ഗവേഷണങ്ങൾ പറയുന്നത് 90% ആളുകളും സ്വപ്നങ്ങൾ മറക്കുന്നു. പക്ഷേ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ മാത്രം ഓർമ്മയിൽ നിൽക്കും. റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന ഈ ഘട്ടത്തിൽ ഒരാളെ അപ്രതീക്ഷിതമായി ഉണർത്തിയാൽ അയാൾക്ക് ആ ദിവസം അസ്വസ്ഥത അനുഭവപ്പെടും, മൂഡ് മാറ്റമുണ്ടാവും, മാനസിക അസന്തുലിതാവസ്ഥ വരെ ഉണ്ടാവാം. അതായത് സ്വപ്നം നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ലൂസിഡ് ഡ്രീമിംഗ്? സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ ഇതൊരു സ്വപ്നമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അതിലും അതിശയകരമായ കാര്യമെന്തെന്നാൽ ആ സ്വപ്നം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഒരു സാധാരണ സ്വപ്നം ഒരു സിനിമ പോലെ നിങ്ങൾക്ക് കാണാം. പക്ഷേ ലൂസിഡ് ഡ്രീം നിങ്ങൾ ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണ്. നിങ്ങളാണ് നിയന്ത്രിക്കുന്നത്. പറക്കാം, ആരോടും സംസാരിക്കാം, അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാം. ഗവേഷണങ്ങൾ പ്രകാരം 20 മുതൽ 30% ആളുകൾക്ക് നാച്ചുറലായി തന്നെ ലൂസിഡ് ഡ്രീം അനുഭവം ഉണ്ടാകും. ബാക്കി ആളുകൾക്ക് പരിശീലനത്തിലൂടെ സാധ്യമാണെന്നും പറയുന്നു. പലരും അറിയാതെ തന്നെ ലൂസിഡ് ഡ്രീം അനുഭവിച്ചിട്ടുണ്ടാവാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളും അതിലൊരാളായിരിക്കാം. ലൂസിഡ് ഡ്രീം ഉണ്ടാവുന്നതിലൂടെ നമുക്ക് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാം. മാനസിക പ്രശ്നങ്ങൾക്ക് ആശ്വാസമാവാം. പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിച്ചേക്കാം. ചരിത്രത്തിൽ ചില കണ്ടുപിടുത്തങ്ങൾ സ്വപ്നങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പോലും പറയപ്പെടുന്നു. ലൂസിഡ് ഡ്രീം സുരക്ഷിതമാണ്. പക്ഷേ അധികമായി അതിൽ മുഴുകുന്നത് യാഥാർത്ഥ്യവും സ്വപ്നവും കൂട്ടിക്കുഴയ്ക്കുന്നത് തുടങ്ങിയവ മാനസികമായി അസ്ഥിരരായ ആളുകൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ വിദഗ്ധരുടെ സഹായം ആവശ്യമാണ്. ഇന്ന് രാത്രി നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ അതൊരു സ്വപ്നമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ എന്തു ചെയ്യും? പറക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ലോകം സൃഷ്ടിക്കുമോ? നിങ്ങൾക്ക് ലൂസിഡ് ഡ്രീം അനുഭവമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം മിസ്റ്റീരിയസ് വേൾഡ്.